ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇത് ഇന്നലെ വൈകിട്ട് ചെയ്ത ലക്ഷ്മി പൂജയുടെ വീഡിയോ ആണ്. താമരപ്പൂ വരച്ച് നമ്മൾ ഈ അരിപ്പൊടിയും കൊണ്ട് അത് വെള്ളത്തിൽ ചാലിച്ചിട്ടാണ് വരച്ചത്. അത്ര പെർഫെക്റ്റായിട്ടൊന്നും അറിയില്ല, അറിയാവുന്നതുപോലെയാണ് വരച്ചത്. 8 ഇതളുള്ളത് വരയ്ക്കേണ്ടതായിരുന്നു, അതിപ്പോൾ 9 ഇതളുണ്ട്. വരച്ചപ്പോൾ ശ്രദ്ധിച്ചില്ല, ഇപ്പോൾ വീഡിയോയിൽ കണ്ടപ്പോഴാണ് അത് മനസ്സിലായത്. ഞാൻ +2 പഠിക്കുന്ന സമയത്ത് ഞാൻ സയൻസ് എടുത്തായിരുന്നല്ലോ പഠിച്ചത്. അപ്പം സയൻസിൽ റെക്കോർഡ് ബുക്കൊക്കെ വരയ്ക്കണമല്ലോ. ഒരു പടം പോലും നമുക്ക് വരയ്ക്കാൻ അറിയത്തില്ലായിരുന്നു. നല്ല പെർഫെക്റ്റായിട്ട് വരച്ചില്ലെങ്കിൽ സാറ് ബുക്ക് വലിച്ചെറിയുമായിരുന്നു. അങ്ങനെ ഞാൻ റെക്കോർഡ് ബുക്കൊക്കെ അവിടെ വരയ്ക്കുന്ന ഒരു ചേട്ടനെ കൊണ്ടാണ് വരച്ച് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു പിക്ചറിന് 10 രൂപ വെച്ച് കൊടുക്കണമായിരുന്നു. അങ്ങനെ ആയിരുന്നു അന്ന് ഞാൻ വരച്ചെടുത്തത്. വരയ്ക്കാൻ ഒട്ടും തന്നെ അറിയില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ ബുധൻ, വ്യാഴം, വെള്ളി 3 ദിവസങ്ങളിൽ ലക്ഷ്മി പൂജ ചെയ്യാറുണ്ട്. അപ്പം പീരീഡ്സ് ഒഴിച്ചുള്ള ബാക്കി പറ്റുന്ന എല്ലാ ദിവസങ്ങളും ചെയ്യാറുണ്ട്. അങ്ങനെ എല്ലാ ആഴ്ചയിലും 3 ദിവസം. പൂജ ചെയ്യാനായിട്ട് താമരപ്പൂ ഇല്ലായിരുന്നു. താമരച്ചെടി ഉണ്ട്, ലോട്ടസിൻ്റെ ചെടി ഞാൻ നട്ടു വളർത്തുന്നുണ്ട്, പക്ഷേ അതിൽ പൂ പിടിക്കുന്നില്ല. പിന്നെ ഞാൻ താമര വരച്ചിട്ട് തുളസി ഇലകൾ കൊണ്ടാണ് അർച്ചന നടത്തി പൂജ ചെയ്തത്. മിക്കവാറും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. പൂക്കൾ അങ്ങനെ ഉള്ള പൂക്കൾ തന്നെ ഉപയോഗിക്കാറുള്ളൂ, ചിലപ്പോഴൊക്കെ വാങ്ങിക്കാറുള്ളൂ. പിന്നെ നിവേദ്യമായിട്ട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സും വെച്ചിട്ടുണ്ട്, ആപ്പിളും വെച്ചിട്ടുണ്ട്. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞിരുന്നു. കുറച്ച് ദിവസമായിട്ട് ഹസ്ബൻഡ് വിളിക്കുന്നുണ്ട്, പുറത്ത് പോയി നമുക്ക് എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ്. പക്ഷേ ഞാൻ 2-3 ദിവസം കൊണ്ട് പോകുന്നില്ല. വൈകുന്നേരം ആകുമ്പോൾ എന്നെ പറഞ്ഞ് കളിയാക്കാറുണ്ട്. ഇന്നത്തെ പാനിപ്പൂരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കുന്നത്. കഴിക്കാൻ പോകാനായിട്ടാണ് വിളിക്കുന്നത്. അപ്പം ചൂടൊക്കെ ആയതുകൊണ്ട് ഒരു റിലാക്സ് ആകാൻ വേണ്ടി പുറത്ത് പോകാൻ വിളിക്കുന്നതാണ്. അങ്ങനെ പോയില്ലായിരുന്നു. അപ്പം പിന്നെ ഇത് പിറ്റേ ദിവസം ഇന്ന് രാവിലെ ചെയ്ത നമ്മുടെ ബ്രഹ്മമുഹൂർത്ത വിളക്കിൻ്റേതാണ്. രാവിലെ എണീറ്റ് വിളക്കൊക്കെ കൊളുത്തി അലാറം അടിക്കുന്നതിന് മുമ്പേ തന്നെ ഇപ്പം ഞാൻ ഉണരുന്നുണ്ട്. എന്നെക്കാട്ടി മുമ്പേ തന്നെ അദ്ദേഹം ഉണരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഉറക്കത്തിൻ്റെ ഇച്ചിരി പ്രോബ്ലം ഉള്ള ആളാണെന്ന്. അപ്പം എന്നെക്കാട്ടി മുമ്പേ തന്നെ ഉണരുന്നുണ്ട് ഇപ്പോൾ. അതുപോലെ ഇന്നലെ ഷഷ്ടി വ്രതം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഫസ്റ്റ് ഷിഫ്റ്റായിരുന്നു. അന്നേരം ഡ്യൂട്ടിക്ക് പോയ സമയത്താണ് ഞാൻ ഉച്ചക്കലത്തെ ഫുഡ് കഴിച്ചില്ല. സാധാരണ എപ്പോഴും ഉപവാസം എടുക്കുമ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് രാത്രിയിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കുകയാണ് പതിവ്. ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ കഴിക്കാതിരുന്നിട്ട് വൈകിട്ട് ഒരു ചപ്പാത്തി കഴിച്ചു. അങ്ങനെയാണ് ഇന്നലെ ഉപവാസം എടുത്തത്. അപ്പം ഇങ്ങനെ അധികം ആഹാരം കഴിക്കാതെയും അങ്ങനെയൊക്കെയുള്ള ഈ ഭക്തിയോടൊന്നും വലിയ താല്പര്യമില്ല. ഈശ്വരവിശ്വാസമുള്ള ആൾ തന്നെയാണ്, പക്ഷേ ഇങ്ങനെ വ്രതം എടുക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ്. അത് കാരണം ഞാൻ അങ്ങനെ പറഞ്ഞില്ല ഞാൻ ഇന്നലെ വ്രതം എടുത്തിട്ടുണ്ടെന്ന്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെമ്പരത്തി ചായ ഇട്ട് കുടിക്കുകയും വെള്ളം കുടിച്ചും ഫ്രൂട്ട്സൊക്കെ കഴിച്ചിരുന്നു. പക്ഷേ ഇന്നലത്തെ ആ ക്ഷീണം നമുക്ക് ഇന്ന് അനുഭവപ്പെടാറുണ്ട്, ഫുഡ് കഴിക്കാതിരിക്കുന്നതിൻ്റെ. അന്നത്തെ ദിവസം നമുക്കൊരു ക്ഷീണവും തോന്നാറില്ല, ഉപവാസം എടുക്കുന്ന ദിവസം. ഞാൻ നേരത്തെ ഒരു ഏകാദശി എടുത്തിട്ടുണ്ടായിരുന്നു, നിർജ്ജല ഏകാദശി. അന്നേരം അദ്ദേഹം ഇവിടെ ഇല്ലായിരുന്നു, നാട്ടിൽ പോയിരിക്കുന്ന സമയത്തായിരുന്നു എടുത്തത്. ആർക്കും അറിയില്ലായിരുന്നു ഞാൻ അങ്ങനെ വ്രതം എടുത്തിട്ടുള്ള കാര്യം. അപ്പോൾ അന്ന് ഫുള്ള് ഞാൻ വെള്ളം പോലും കുടിക്കാതെ ഇരുന്ന്. കാരണം എനിക്കറിയത്തില്ലായിരുന്നു അത്രയ്ക്ക് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നുള്ള ഒരു ഇതില്ലായിരുന്നു. പിറ്റേന്ന് രാവിലെയാണ് വെള്ളം കുടിക്കുന്നതിന്. ഒരു ദിവസം മൊത്തം ഞാൻ വെള്ളം കുടിക്കാതെ ഉപവാസം എടുത്തത് ചിലപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് അതിശയം തോന്നാറുണ്ട്. നമ്മൾ ആ ഉപവാസം എടുക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ക്ഷീണം തോന്നാറില്ല. നമ്മൾ ദൈവത്തെ പ്രാർത്ഥനയൊക്കെ ചൊല്ലിയിരിക്കുമ്പം അങ്ങനെ ക്ഷീണം തോന്നാറില്ല. എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കഴിച്ചാലും മതി, അന്നേരം വിശപ്പേ ഉണ്ടാകാറില്ല. പിന്നെ ഇത് ഇന്ന് ചപ്പാത്തിക്ക് ഉണ്ടാക്കിയ കറിയാണ് കേട്ടോ. ഇന്നലെ നമ്മൾ പിച്ചി വെച്ച മേത്തിയിലയാണ്, ഉലുവയില. അപ്പോൾ അത് കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ വഴറ്റി, പച്ചമുളകും കൂടെ വഴറ്റിയതിന് ശേഷം ഒന്ന് വാടിക്കഴിയുമ്പോൾ നമ്മൾ ഈ ഇലയിടും. ഇലയും നല്ലതുപോലെ ഒന്ന് വാടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ തേങ്ങാപ്പീരയും കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെയാണ്. അത് കൈകൊണ്ട് ഒന്ന് ഞെരടിയാണ് ഞാൻ ചേർത്തത്, മിക്സിയിലൊന്നും അരയ്ക്കാറില്ല. പിന്നെ കുറച്ച് കപ്പലണ്ടിയും കൂടെ പൊടിച്ച് ചേർത്തിട്ടുണ്ട്. പൊടിച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടതേ ഉള്ളൂ. ഇവിടുത്തുകാർ ചെയ്യുമ്പം ഇങ്ങനെ കപ്പലണ്ടി മാത്രമേ ചേർക്കാറുള്ളൂ, അവർ തേങ്ങയൊന്നും ചേർക്കാറേ ഇല്ല. ഇവിടുത്തുകാരുടെ കറികളൊക്കെ കണ്ടാൽ അതിശയം തോന്നും കേട്ടോ. നമ്മുടെ കൂട്ട് ഒരുപാട് ഉള്ളിയേ ചേർക്കാറില്ല. നമുക്ക് എന്ത് കറി വയ്ക്കണമെങ്കിലും ഉള്ളി വേണമല്ലോ.
അവർക്ക് ഉള്ളിയേ വേണ്ട. എനിക്ക് തോന്നുന്നു ഇവിടെ ഉണ്ടാകുന്ന ഉള്ളികൾ മൊത്തം കേരളത്തിലാണ് സെയിൽ നടക്കുന്നതെന്ന് തോന്നുന്നു. ഇവിടുത്തുകാർക്ക് കുറച്ച് ഉള്ളി മതി. ഇങ്ങനെയാണ് ഈ മേത്തിത്തോരൻ വെക്കുന്നത്. ഇവിടുത്തുകാർ വയ്ക്കുന്നത് എനിക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ഞാൻ കഴിച്ചിട്ടുണ്ട്. ഉലുവയില മാത്രമല്ല, വേറെ ഒരു പച്ചച്ചീരയുണ്ട്. അത് എന്തോ ടേസ്റ്റാണെന്നറിയാം. ചില പൂജകളിലൊക്കെ അവർ വിളിക്കുമ്പോൾ നമ്മൾ പോകുമ്പോൾ അവർക്കതൊരു നിവേദ്യമായിട്ട് അവർ വയ്ക്കുന്നതാണ്. എന്തോ ടേസ്റ്റാണെന്നറിയാം. ഒന്നും ചേർക്കാറില്ല. ജസ്റ്റ് ആ ഇലയും കുറച്ച് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും മാത്രമേ ചേർക്കാറുള്ളെന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റാണ് ആ ഫുഡിൻ്റെ കൂടെ അത് കഴിക്കുമ്പോൾ. ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിയുടെ കൂടെ ആയാലും അത് കഴിക്കാം. മേത്തിത്തോരൻ റെഡി ആയിട്ടുണ്ട്. സിമ്പിളാണ്, ടേസ്റ്റിയുമാണ് കേട്ടോ. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, നമ്മൾ കഴിച്ചു കഴിയുമ്പോൾ നമ്മുടെ വിയർപ്പിന് ഇതിൻ്റെ ഒരു സ്മെല്ല് വരും, ചൂട് സമയത്ത് പ്രത്യേകിച്ചും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ വീണ്ടും കാണാം.